ഫ്രണ്ട്സ്, നമ്മുടെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ അതായത് SSCയുടെ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ വന്നിട്ട് 2 ദിവസമായി. നമ്മൾ പെട്ടെന്ന് വീഡിയോ ചെയ്യാൻ പറ്റിയില്ല, കുറച്ച് തിരക്കുകളായിപ്പോയി. അതുകൊണ്ട് നിങ്ങളോട് ആദ്യം തന്നെ ഞാൻ ക്ഷമ ചോദിക്കുന്നു. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അപേക്ഷ വന്ന അപ്പം തന്നെ നമ്മൾ ഒരു 1 വീക്കിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാനൊന്നും നിൽക്കണ്ട. മാക്സിമം എന്ത് ചെയ്യാന്ന് വെച്ചാൽ അപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും എല്ലാം തയ്യാറാക്കി നമ്മൾ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ അപേക്ഷ കൊടുക്കുക എന്ന് പറയുന്നത് നമ്മളെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ഒരു ജോലി കിട്ടുന്നതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ പഠിക്കുക എന്നുള്ളത് എന്താണ്, നമ്മളിപ്പം ഈ അപേക്ഷ കൊടുക്കുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്കുകൾ വന്ന് നമ്മൾ എങ്ങനെ പഠിച്ചിട്ടും കാര്യമുണ്ടോ നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പോൾ അപേക്ഷ കൊടുക്കുമ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളുടെ അപേക്ഷകൾക്ക് റിജക്റ്റായി പോകുന്നുണ്ട്. അപ്പോൾ അവർ ഈ പറയുന്ന രീതിയിലുള്ള സിഗ്നേച്ചർ ഒന്നല്ല അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഡയമെൻഷനൊക്കെ വ്യത്യാസം വരും, അതൊക്കെ പ്രശ്നമാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ടെക്നിക്കൽ ഇഷ്യൂ ഒക്കെ മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പോൾ അതിനൊക്കെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ച ഫോട്ടോ പോരാ, ലൈവായിട്ട് ഫോട്ടോ ക്യാപ്ചർ ചെയ്യണം. അപ്പോൾ അതിനെക്കുറിച്ചിട്ടും എല്ലാ കാര്യങ്ങളും വിശദമാകുന്നൊരു വീഡിയോ ആണ്. അതിനെക്കുറിച്ചൊക്കെ ഉള്ള ഇൻസ്ട്രക്ഷൻ എല്ലാം നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. നല്ല രീതിയിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുക. നല്ല വേക്കൻസി ഉണ്ട്. ടോട്ടൽ വേക്കൻസി വന്നിരിക്കുന്നത് 39,000 സംതിങ് വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. ഇത് വേക്കൻസി ഇന്ത്യയിൽ മാത്രമല്ല, വേക്കൻസി നിങ്ങൾക്ക് കൂടെ കാണാൻ ജസ്റ്റ് ഞാൻ കാണിക്കാം. ഓക്കെ, നമുക്ക് ഇന്ത്യയിലെ വിവിധ സ്റ്റേറ്റ് വൈസ് വേക്കൻസിയാണ്. എനിക്കൂടാണ് 39,481 വേക്കൻസിയാണ് ഈ പ്രാവശ്യം വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടിയാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം വിവിധ നമ്മുടെ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സിലേക്കൊക്കെ ആയിട്ടുള്ള വേക്കൻസികളാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് നോക്കാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 5/9/2024 നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഓൺലൈൻ അപേക്ഷ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് തുടങ്ങാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ചാനൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക, നിങ്ങൾ മറന്നു പോകണ്ട. ഓക്കെ, ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട്. അത്രയും മനസ്സിലാത്ത കാര്യങ്ങളൊക്കെ കൂടുതൽ കാര്യങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് നിങ്ങൾ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിടുക. എല്ലാവരുടെയും റിപ്ലൈ കൊടുക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല, എന്നാലും പറ്റുന്ന രീതിയിലൊക്കെ തന്നെ റിപ്ലൈ കൊടുക്കാം. അപ്പോൾ നിങ്ങൾ ഹായ് എന്നൊക്കെ അയക്കുന്നതിലുപരി നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണോ ജസ്റ്റ് അത് അയച്ചിടുക കേട്ടോ. കാരണം എന്താ, ഞാൻ പിന്നെ ആ സമയത്ത് നോക്കുമ്പോൾ വീണ്ടും ഞാൻ ഹായ് എന്ന് അയച്ച് അങ്ങനെ ഒരു രീതിയിലേക്ക് പോകണ്ടല്ലോ, അത് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ പ്രശ്നം എന്താണോ അത് ജസ്റ്റ് ആക്കി ഞാൻ റിപ്ലൈ തരാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നോക്കാം. നോട്ടിഫിക്കേഷനാണ് ഇനി നമ്മൾ നോക്കുന്നത്. ഇതിൽ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ ഡേറ്റ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്നത് വെച്ചാൽ നിങ്ങളുടെ കാണാം, കോൺസ്റ്റബിൾ ജനറൽ ഡ്യൂട്ടി ഇൻ സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സ്, അതുപോലെ തന്നെ SSF, അതുപോലെ റൈഫിൾമാൻ ജനറൽ ഡ്യൂട്ടി, ദെൻ അസം റൈഫിൾസ്, അതുപോലെ സിപ്പോയിൻ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എന്ന് പറയുന്ന ആ ഒരു വിവിധ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഈ ഒരു എക്സാമിനേഷൻ്റെ പേരാണ് കേട്ടോ ഈ മൊത്തം ഞാൻ ഇപ്പോൾ വായിച്ചിരിക്കുന്നത്. ഈ പറയുന്ന കോൺസ്റ്റബിൾ GD, ഈ പറയുന്ന CAPF, അതുപോലെ SSF എന്ന് പറയുന്ന ഒരു എക്സാമിനേഷൻ്റെ പേരാണ്. അപ്പോൾ അത് വിവിധ ആംഡ് പോലീസ് ഫോഴ്സിലേക്കൊക്കെയാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഡീറ്റെയിൽ പറയാം. ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നോക്കിക്കോളൂ. 5/9/2024 മുതൽ നിങ്ങൾക്ക് 14/10 വരെ സമയമുണ്ട്. നിങ്ങൾ എടിപിടി വെച്ച് ചെയ്യരുത്. ഇതിൻ്റെ നിങ്ങൾക്ക് വേണ്ട എലിജിബിൾ ആയുള്ള കാര്യങ്ങളൊക്കെ ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റിൻ്റെ ഉള്ളിൽ എല്ലാം നമ്മുടെ കൈവശം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യുക. നമ്മൾ അപ്ലൈ ചെയ്തൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ അതിൻ്റെ ലിങ്ക്, വാട്സപ്പിൻ്റെ ലിങ്കൊക്കെ ഞാൻ തരാം. അല്ലെങ്കിൽ വാട്സപ്പ് നമ്പറൊക്കെ സ്ക്രീനിൽ കാണിക്കുക, നിങ്ങൾക്ക് അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അതിലൊരിക്കലും ഡൗട്ട് ക്ലിയറൻസിന് പോസിബിൾ അല്ല, കാരണം അത് നമ്മുടെ ഡാറ്റ എൻട്രി ടീമാണ് അത് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് അവരത് അപ്ലൈ ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ചെയ്യുള്ളൂ കേട്ടോ. അല്ലാത്ത സംശയങ്ങളൊന്നും ഒരിക്കലും അതിൽ ചോദിക്കാൻ പാടില്ല. നിങ്ങൾ ഇൻസ്റ്റയിൽ ചോദിക്കാവുന്നതാണ്. ലാസ്റ്റ് ഡേറ്റ് ഞാൻ പറഞ്ഞു 14/10. ഇനി ഓൺലൈൻ പേയ്മെൻറ്റിൻ്റെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 15/10 വരെ. അപ്പോൾ നമുക്ക് 14/10 വരെ നമ്മൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവരുണ്ടാവും. അവർക്ക് 14/10 ഉള്ളിൽ അപ്ലൈ ചെയ്ത് 15 ഉള്ളിൽ എന്ത് ചെയ്യാം, ഫീ അടയ്ക്കാവുന്ന അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ തിരുത്താനുള്ള ഓപ്ഷൻ നമുക്ക് SSC തരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ വിനിയോഗിക്കാവുന്നതാണ്. ആ ഡേറ്റ് പ്രത്യേകം ഓർത്ത് വെക്കണം. 5/11/2024 മുതൽ 7/11/2024. ഓക്കെ, ഈ ദിവസങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഫ്രീ ആയിട്ടൊന്നും എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. ആദ്യം നമ്മൾ എഡിറ്റ് ചെയ്യുന്നതിന് 200 രൂപയാണ് നമ്മൾ കൊടുക്കേണ്ടത്. വീണ്ടും എഡിറ്റ് ചെയ്യാൻ നമ്മൾ ചെയ്യുകയാണെങ്കിൽ 500 രൂപയിലൊക്കെ ആയിട്ട് വരും കേട്ടോ അതിൻ്റെ ചാർജ്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം ഒഴിവാക്കുക, പ്രോപ്പറായിട്ട് തന്നെ അപ്ലൈ ചെയ്യുക. ഇനി ഇതിൻ്റെ ഏകദേശം കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ഡേറ്റ് ജനുവരി 2025 അല്ലെങ്കിൽ ഫെബ്രുവരി 2025 ആയിരിക്കും ഏകദേശം കേട്ടോ. അധികവും ഈ ഡേറ്റുകളൊക്കെ ഫോക്കസ് ചെയ്ത് നിങ്ങൾ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇനി വിളിച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. ഇതിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനാണ് ഉണ്ടായിരിക്കുക ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നമുക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എക്സാം ഉണ്ടാവും. അതിൻ്റെ കൂടെ ഇംഗ്ലീഷിൻ്റെ കൂടെ നമുക്ക് ഹിന്ദി ഏതെങ്കിലും ഒന്ന് മതി. അപ്പോൾ 2 ഭാഷയാണ് മെയിനായിട്ട് വരുന്നത്, ഒന്ന് ഹിന്ദി ആൻഡ് ഇംഗ്ലീഷാണ്. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കൂടെ നമുക്ക് ഈ പറയുന്ന 13 ലാംഗ്വേജസ് അവൈലബിൾ ആണ്. അപ്പോൾ മലയാളത്തിൽ എക്സാം എഴുതണമെങ്കിൽ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മീഡിയം ഓഫ് എക്സാമിനേഷൻ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, മലയാളം സെലക്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ മലയാളത്തിൽ നിങ്ങൾക്ക് എക്സാം എഴുതാമെന്നുള്ളതാണ്, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ മലയാളത്തിലായിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ.
ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് എഴുതാന്നുള്ളതല്ല, അതിൽ ഞാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ക്വസ്റ്റ്യൻ പേപ്പർ മലയാളമായിരിക്കും. ഇനി ഇതിൻ്റെ പേ സ്കെയിൽ നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. ഈ പറയുന്ന നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയിലുള്ള അസിപ്പോയിലേക്ക് നിങ്ങൾക്കാണെങ്കിൽ അപ്ലൈ ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഈ 18,000 മുതൽ 86,900 ആയിരിക്കും സ്കെയില്. ബാക്കി എല്ലാ കാറ്റഗറിയിലേക്ക് 21,700 ടു 69,100 എന്നുള്ള ഒരു സ്കെയിലിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒട്ടനവധി അലവൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവും. വേക്കൻസീസ് ആണ് ഇതിനോട് പറയുന്നത്, മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും. ഓക്കെ, അപ്പോൾ ഓരോന്നിൻ്റെ നിങ്ങൾക്ക് കാണാം. ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ ടോട്ടൽ വേക്കൻസി വന്നത് മെയിൽ കാൻഡിഡേറ്റ്സിന് 13,306 വന്നിരിക്കുന്നത്, ഫീമെയിലിന് 2,348. അപ്പോൾ നിങ്ങളുടെ റിസർവേഷൻ വൈസ് വേക്കൻസി ഒക്കെ ഇവിടെ കാണാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കുക നിങ്ങൾ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് റിസർവേഷനൊക്കെ കിട്ടണമെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങളെ കയ്യിൽ എന്താണ് ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇവർ പറയുന്ന രീതിയിലുള്ള സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകുന്ന സമയത്തൊക്കെ അത് അവർ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരും. അപ്പോൾ പ്രത്യേകം ആ രീതിയിൽ തന്നെ ശ്രദ്ധിക്കുക. നിങ്ങൾ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് CISF-ലേക്ക് 6,430 വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിനും ഫീമെയിലിന് 715 വേക്കൻസിയാണ്. ടോട്ടൽ വേക്കൻസി മാത്രമേ പറയുന്നുള്ളൂ. SC OBC ജനറലുടെ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാവുന്നതാണ് കേട്ടോ വേക്കൻസികൾ, റിസർവ്ഡ് വേക്കൻസി. ദെൻ അടുത്തത് CRPF ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം CRPF-ലേക്കുള്ള വേക്കൻസി എന്ന് പറയുന്നത്. CRPF എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ അതിൻ്റെ ഫുൾ ഫോം പറഞ്ഞുതരാം. സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് ആണ് CRPF എന്ന് പറഞ്ഞാൽ. അതിൽ 11,299 മെയിൽ കാൻഡിഡേറ്റ്സിന്, ഫീമെയിലിന് 242 വേക്കൻസി. ദെൻ അടുത്തത് SSB ആണ്. SSB എന്ന് പറയുന്നത് നമുക്ക് ശാസ്ത്ര സീമാബൽ എന്ന് പറയും. ഓക്കെ, അത് 819 മെയിൽ കാൻഡിഡേറ്റ്സിന്. ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അതിൽ വേക്കൻസി ഒട്ടും തന്നെ ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ അവർക്ക് അതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അല്ല ഈ പറയുന്ന കാറ്റഗറി ഇല്ല എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് ITBP ആണ് അടുത്തത്. നിങ്ങൾക്ക് ഇവിടെ കാണാം. ITBP എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 2,564 വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിന്, ഫീമെയിൽസിന് 483 വേക്കൻസി. ഇതിനടുത്തത് AR ആണ്. AR എന്ന് പറയുന്നത് ആസാം റൈഫിളാണ്. ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ 1,148 വേക്കൻസി മെയിലിന്, ഫീമെയിലിന് 100 വേക്കൻസി ഉണ്ട്. ഇതിനടുത്തത് SSF ആണ്. സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് ആണ് SSF എന്ന് പറഞ്ഞാൽ കേട്ടോ. അതിൽ 35 വേക്കൻസി മെയിൽ കാൻഡിഡേറ്റ്സിന്, ഫീമെയിൽസിന് അതിൽ ഒട്ടും തന്നെ വേക്കൻസി ഇല്ല. ദെൻ NCB ആണ് അടുത്തത്. ഈ പറയുന്ന നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോയിലേക്ക് നിങ്ങൾക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് 11 വേക്കൻസിയും ഫീമെയിൽ കാൻഡിഡേറ്റ്സിനും 11 വേക്കൻസി. അങ്ങനെ ആകെ മൊത്തം 39,481 വേക്കൻസിയാണ് ടോട്ടൽ. അതിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രം 37,612 വേക്കൻസിയും ഫീമെയിൽസിന് 3,869 വേക്കൻസി ഉണ്ട്. നല്ലൊരു വേക്കൻസിയാണ്. അപ്പോൾ നിങ്ങൾ ഓൾ ഇന്ത്യ ലെവലാണെങ്കിലും നിശ്ചിതമായുള്ള വേക്കൻസികൾ നമുക്ക് എന്താണ് സ്റ്റേറ്റ് വൈസ് വേക്കൻസികളുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ ഞാൻ കാണിക്കാം വീഡിയോയുടെ മറ്റൊരു ഭാഗത്ത് കേട്ടോ. ഓക്കെ, ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ ഓരോ അപേക്ഷയിലൂടെയും നമ്മൾ പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാതെ നമ്മുടെ അവസരങ്ങളൊക്കെ ആയിരിക്കും നഷ്ടപ്പെടുക. നമ്മുടെ ഏജ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയാറുണ്ട് ജസ്റ്റ് ഒരു നമ്പറാണ്. പക്ഷേ ഇങ്ങനെയുള്ള അവസരങ്ങൾ എക്സാം ഇങ്ങനെയൊക്കെ എഴുതുന്നതിന് അല്ലെങ്കിൽ നമ്മൾ വേറൊരു അപ്ലിക്കേഷൻ കൊടുക്കുന്നതൊക്കെ ബന്ധപ്പെട്ട് ഏജ് ഒരു വലിയൊരു ഫാക്ടർ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. മിനിമം ഏജ് 18, മാക്സിമം 23 കഴിയാനും പാടില്ല. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലും ഉണ്ടായിരിക്കും മാക്സിമം ഒന്ന് അയച്ചു കൊടുക്കുക. കാരണം അറിയാതെ പോകണ്ടെന്ന് വെച്ചിട്ടാണ്. ഓക്കെ, എന്നിട്ട് അതിന് അവരോട് അപ്ലൈ ചെയ്ത് പഠിക്കാൻ പറയുക. നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാവുന്ന തന്നെയാണ്. 1/1/2025 എന്ന് പറയുന്ന ഡേറ്റ് കണക്കാക്കിയിട്ടാണ് ഏജ് കണക്കാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏജിൽ എന്തെങ്കിലും കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ സൈറ്റിൽ തന്നെ GeoCL എജുലാൻഡ് ഗൂഗിൾ ചെയ്താൽ നമ്മുടെ സൈറ്റിൽ തന്നെ ഈസി ടൂൾ എന്നുള്ള ഭാഗം കൂടെ കാണാം. ഈസി ടൂളിൽ ക്ലിക്ക് ചെയ്താൽ ഏജ് കാൽക്കുലേറ്റർ എന്ന് പറഞ്ഞിട്ട് സംഭവം ഉണ്ട് ഇതിൽ കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈസി ടൂൾ ഏജ് കാൽക്കുലേറ്ററിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ ഏജ് എന്ത് ചെയ്യാൻ കണക്കാക്കാൻ പറ്റും നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. പിന്നെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക 1/1/2025 എന്ന് കൊടുത്തിട്ട് ഇവിടെ കാൽക്കുലേറ്റ് എന്ന് കൊടുത്താൽ നിങ്ങൾക്ക് കറക്റ്റായിട്ട് എത്ര വർഷമായി എത്ര ഡേ ആയി എന്നൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 28 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 26 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം കേട്ടോ. OBC NCL ആണെങ്കിൽ എക്സ് സർവീസ്മാനൊക്കെ നിശ്ചയമുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി അടുത്തത് നമുക്കിതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. നിങ്ങൾക്കിവിടെ കാണാം ജസ്റ്റ് 10ാം ക്ലാസ് SSLC നിങ്ങൾ പാസ്സാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ജസ്റ്റ് 10th പാസ്സാണെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അറിവിൽ ആരെങ്കിലൊക്കെ 10th പാസ്സായവരുണ്ടെങ്കിൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരുവിധ എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട. ഇനി NCC സർട്ടിഫിക്കറ്റ് ഹോൾഡേഴ്സ് ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ബോണസ് മാർക്കൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അത് ഉണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം ചില ഓൺലൈനിൽ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ടൈപ്പ് C ആണോ B ആണോ A ആണോ എന്ന് വെച്ചാൽ അതൊക്കെ കറക്റ്റായിട്ട് അതിൽ കൊടുക്കണം കേട്ടോ. എന്നാൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിലുള്ള ബോണസ് മാർക്ക് അല്ലെങ്കിൽ ആ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് അവിടെ കിട്ടും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ അത് മാക്സിമം മാർക്കിൻ്റെ 5% ആയിരിക്കും C സർട്ടിഫിക്കറ്റിൽ കിട്ടുക. B ആണെങ്കിൽ 3, ദെൻ A ആണെങ്കിൽ 2% കിട്ടും. അപ്പോൾ ഇതൊന്നും നിങ്ങൾ അവസരം ഒഴിവാക്കരുത്. NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് കുറച്ചും പാടെ ഈ ബോണസ് മാർക്കും പാടെ നമ്മുടെ ഈ പറയുന്ന എക്സാമിനേഷൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൻ്റെ കൂടെ പ്ലസ് എന്താണ് ബോണസ് മാർക്കും പാടെ കിട്ടുമ്പോൾ നമുക്ക് നമ്മുടെ റാങ്ക് ഒന്ന് മുകളിലേക്ക് പോകും. അപ്പോൾ നിങ്ങൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന NCC സർട്ടിഫിക്കറ്റ് ഉള്ളവർ അത് കൊടുക്കാൻ മറക്കരുത്. അത് കൊടുത്തിട്ടില്ലെങ്കിൽ അതിന് എലിജിബിൾ അല്ല കേട്ടോ. നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മീൻസ്
അപ്പോൾ ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടായിരിക്കുന്നു. NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ബോണസ് മാർക്ക് ഉണ്ട്. ഓക്കെ, മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൺഫ്യൂഷൻ അടിക്കരുത്. NCC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പറയുന്ന രീതിയിൽ ബോണസ് മാർക്ക് ഉണ്ടാവും. പക്ഷേ ഇതില്ലെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാം കേട്ടോ. ഇതിലുള്ളവർക്ക് കുറച്ചും പാട് എന്താണ് ഒരു ബോണസ് മാർക്ക് കൊടുക്കുന്നുണ്ട് എന്നുള്ളൂ. ഇതിൻ്റെ യാതൊരു ആവശ്യമില്ല കേട്ടോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇത് ഉള്ളവരോടാണ് ഞാൻ പറയുന്നത്, ആ മാർക്ക് കളയരുത്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സ്ട്രാ ഒരു ബോണസ് മാർക്ക് ഉണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, വാങ്ങിയെടുക്കുക എന്നുള്ളതാണ്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ അതിലേക്ക് കൊടുക്കണം കേട്ടോ അതിൻ്റെ കാര്യങ്ങൾ. അല്ലാത്തത് നമ്മളത് നോക്കേ വേണ്ട എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം ഇതൊക്കെ എന്താണ് തെറ്റിദ്ധരിച്ച് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് പോകുന്നവരുണ്ട്. അതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ സീക്ക് ചെയ്ത് കാണാവുന്നതാണ് കേട്ടോ. ഇനി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അതിൽ നമ്മൾ ഓൾറെഡി എടുത്തു വെച്ച ഫോട്ടോ അല്ല അതിൽ അപ്ലോഡ് ചെയ്യേണ്ടത്. ലൈവായിട്ട് നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലൈവായിട്ട് ഫോട്ടോ ക്യാപ്ചർ ചെയ്യണം. ഓൾറെഡി SSC അപ്ലൈ ചെയ്ത പുതിയ വെബ്സൈറ്റിൽ അപ്ലൈ ചെയ്തവർക്ക് അതിനെക്കുറിച്ചൊരു ധാരണ കിട്ടിയിട്ടുണ്ടാവും. പഴയ വെബ്സൈറ്റിലല്ല, പഴയ വെബ്സൈറ്റൊക്കെ മാറി ഇത് പഴയ വെബ്സൈറ്റ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഓക്കെ, പുതിയ വെബ്സൈറ്റ് ഇതാണ് കേട്ടോ. SSCയുടെ പുതിയ വെബ്സൈറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന 1 ടൈം രജിസ്ട്രേഷനൊക്കെ ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ ഈ പുതിയ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. പഴയ വെബ്സൈറ്റാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതിൻ്റെ ആവശ്യമില്ല കേട്ടോ. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്, തെറ്റിദ്ധരിക്കേണ്ട വെച്ചിട്ട് ഇതാണ് പുതിയ വെബ്സൈറ്റ്. അപ്പോൾ പുതിയ വെബ്സൈറ്റിൽ ഓൾറെഡി നിങ്ങൾ MTSഉം സ്റ്റെനോഗ്രാഫറും ഇതൊക്കെ അപ്ലൈ ചെയ്തവർക്ക് ഇതിനെക്കുറിച്ച് ധാരണ ഉണ്ടാവും. അപ്പോൾ പ്രോപ്പറായിട്ട് രീതിയിൽ എന്ത് ചെയ്യണം, ഫോട്ടോ എടുക്കണം. അല്ലെങ്കിൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവും. പ്രത്യേകം ശ്രദ്ധിക്കുക. നല്ല ലൈറ്റ് വേണം. ബാക്ക്ഗ്രൗണ്ടിൽ വേറെ സാധനങ്ങളൊന്നും വെക്കരുത്. കറക്റ്റായിട്ട് ഒരു പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. നമ്മൾ ഐ കോൺടാക്റ്റ് ഒക്കെ നമ്മൾ ക്യാമറയിൽ കറക്റ്റായിട്ട് കൊടുത്തിരിക്കണം. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ആണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ സ്കാൻ ചെയ്ത സിഗ്നേച്ചർ ഇതിൽ അപ്ലോഡ് ചെയ്യണം. JPG ഫോമാറ്റ് ആയിരിക്കണം. സിഗ്നേച്ചറിൻ്റെ ഫയൽ സൈസ് 10 KBയുടെയും 20 KBയുടെ ഇടയിലായിരിക്കണം. അതിൻ്റെ ഡയമെൻഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 6 സെൻറ്റിമീറ്റർ വിഡ്ത്തും 2 സെൻറ്റിമീറ്റർ എന്താണ് ഹൈറ്റും ഉണ്ടായിരിക്കണം. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ആ ഒരു ഡയമെൻഷനിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിലേക്ക് അപ്ലോഡ് ചെയ്യണം. അല്ലെങ്കിൽ അത് പ്രശ്നമാണ് കേട്ടോ. അപ്പോൾ ആ ഡയമെൻഷനിൽ തന്നെ അപ്ലോഡ് ചെയ്യണം. എങ്ങനെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞാൻ ഇതിൻ്റെ മറ്റൊരു ഭാഗത്ത് ഞാൻ പറഞ്ഞുതരാം ലാസ്റ്റിലേക്ക്. ഇനി ഇതിൻ്റെ അപ്ലിക്കേഷൻ ഫീ 100 രൂപയുണ്ട് അപേക്ഷ ഫീസായിട്ട്. എന്നാൽ SC ST കാൻഡിഡേറ്റ്സിനും ഫീ ഇല്ല, എക്സ് സർവീസ്മെനും ഫീ ഇല്ല. ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിലും അവർക്ക് ഫീ ഇല്ല, ഫ്രീ ആയിട്ട് അപ്ലൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷയിൽ എന്തെങ്കിലും തെറ്റുകൾ വന്നു പോയാൽ ഈ പറയുന്ന നിശ്ചിത ഡേറ്റിൽ, അതായത് 5/11/2024 മുതൽ 7/11/2024 തിരുത്താൻ പറ്റും. അങ്ങനെ ആദ്യമായിട്ട് തിരുത്താണെങ്കിൽ 200 രൂപ, വീണ്ടും തിരുത്താണെങ്കിൽ 500 രൂപ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെത്തുന്ന ഒരു ചാർജ് ഈടാക്കും കേട്ടോ. പിന്നെ എക്സാം സെൻറ്റർ ഞാൻ പറഞ്ഞു കേരളത്തിലുണ്ട്. നിങ്ങൾക്കിവിടെ KK റീജിയൻ നോക്കിയാൽ ഓരോ റീജിയൻ വൈസ് ആണ്. അപ്പോൾ കേരളത്തിലും കാണാം എറണാകുളം, കൊല്ലം, കോട്ടയം, കോഴിക്കോട്, ദെൻ തിരുവനന്തപുരം ആൻഡ് തൃശ്ശൂർ. ഇവിടെയാണ് എക്സാം സെൻറ്റർ ഉള്ളത് കേട്ടോ. ഓക്കെ, അത് നമുക്കൊരു 3 പ്രിഫറൻസ് നമ്മൾ ഓൺലൈനായിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കണം. എവിടേക്കാണ് വേണ്ടത് വെച്ചാൽ ഇതിൻ്റെ സ്കീം ഓഫ് എക്സാമിനേഷൻ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും പറഞ്ഞു. 80 ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ഒരു ക്വസ്റ്റിന് 2 മാർക്കായിരിക്കും ഉണ്ടായിരിക്കും കേട്ടോ. അതിൽ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ഇത് മലയാളത്തിലും ക്വസ്റ്റ്യൻ അവൈലബിൾ ആണ്. നമ്മൾ മലയാളം മീഡിയം സെലക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മലയാളത്തിലും കിട്ടും. 20 ക്വസ്റ്റ്യൻ 40 മാർക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാര്യങ്ങളൊക്കെ നമ്മളെ സൈറ്റിലുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ദെൻ ജനറൽ നോളജ് ആൻഡ് ജനറൽ അവയർനെസ് 20 ക്വസ്റ്റ്യൻ 40 മാർക്ക്. ദെൻ എലമെൻ്ററി മാത്തമാറ്റിക്സ് ആണ് 20 ക്വസ്റ്റ്യൻ 40 മാർക്ക്. പിന്നെ നിങ്ങൾക്ക് ഹിന്ദി അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഓക്കെ, ഇതിലേതെങ്കിലും ഒന്ന് വേണം. നമുക്ക് ഹിന്ദി വശമില്ലാത്തതുകൊണ്ട് ഹിന്ദി നിങ്ങൾക്ക് എടുക്കണ്ട. ഇംഗ്ലീഷാണ് പിന്നെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് 20 ക്വസ്റ്റ്യൻ 40 മാർക്ക്. ഓക്കെ, അത് ഇംഗ്ലീഷ് തന്നെയാണ് നമ്മൾ ചെയ്യുക. ബാക്കിയെല്ലാം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ റീജിയണൽ ലാംഗ്വേജ് ഏതാണോ അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അത് മലയാളം നമുക്ക് സെലക്ട് ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഇതിൻ്റെ സിലബസിന് നിങ്ങൾ വേറെ എവിടെയും പോകണ്ട, അവിടെ തന്നെ ഉണ്ട് സിലബസ് കാര്യങ്ങളൊക്കെ കേട്ടോ അതിൻ്റെ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള ബുക്കുകൾ വാങ്ങി പഠിക്കുക, ക്ലാസ്സുകൾ കേൾക്കുകയൊക്കെ ചെയ്യുക നിങ്ങൾ. പിന്നെ ഇതിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട എലിജിബിലിറ്റിയിൽ നമ്മൾ പറയുന്നത് ഫിസിക്കൽ സ്റ്റാൻഡേർഡും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന സംഭവം എന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. നമ്മൾ ഓൺലൈൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും. അതിലൂടെ നമുക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് നടക്കുക. അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ പറയുന്ന PST ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. അതോടൊപ്പം തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെയും കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ആണെങ്കിൽ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ആണെങ്കിൽ വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞു കേട്ടോ. ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൻ്റെ ആദ്യം പറയാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും മെയിൽ കാൻഡിഡേറ്റ്സിന് 5 കിലോമീറ്റർ 24 മിനിറ്റ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓടിയാൽ മതി. ഓക്കെ, 5 കിലോമീറ്റർ 24 മിനിറ്റ് ഉണ്ട് നിങ്ങൾക്ക് ഓടിയെത്താൻ. ഓക്കെ, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 1.6 കിലോമീറ്റർ 8.5 മിനിറ്റ് കൊണ്ട് ഓടിയെത്തണം എന്നുള്ളതാണ്. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ലഡാക്കിലുള്ളവർക്കാണെങ്കിൽ അവർക്കൊരു റിലാക്സേഷനൊക്കെ ഉണ്ട്, അത് നമ്മൾ നോക്കണ്ട. ഓക്കെ, ഇനി അടുത്ത നിങ്ങൾക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റാണ്. ഫിസിക്കൽ സ്റ്റാൻഡേർഡ് നമ്മൾ ഹൈറ്റും ചെസ്റ്റൊക്കെ നോക്കുകയാണ്. അപ്പോൾ ഹൈറ്റ് മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 170 സെൻറ്റിമീറ്റർ വേണം. ഫീമെയിൽ ആണെങ്കിൽ ഹൈറ്റ് 157 സെൻറ്റിമീറ്ററും വേണം. ഓക്കെ, എന്നാൽ ചില കാറ്റഗറിക്ക് ഹൈറ്റിൽ റിലാക്സേഷൻ കൊടുത്തിട്ടുണ്ട്. ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് 162.5 സെൻറ്റിമീറ്റർ മതി, ഫീമെയിൽ ആണെങ്കിൽ 150 സെൻറ്റിമീറ്റർ മതി കേട്ടോ. അപ്പോൾ ST കാൻഡിഡേറ്റ്സിന് എന്ത് ചെയ്തിട്ടുണ്ട്, റിലാക്സേഷൻ ഉണ്ട്. SCക്ക് ഇല്ല കേട്ടോ, ST കാൻഡിഡേറ്റ്സിന് മാത്രമേ ഉള്ളൂ.
പിന്നെ നിങ്ങൾക്ക് ഇവിടെ ചെസ്റ്റ് ഉണ്ട്. ചെസ്റ്റ് മെയിൽ കാൻഡിഡേറ്റ്സിന് മാത്രമാണ് ബാധകമാവുന്നത്. നോർമലിൽ 80 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം, എക്സ്പാൻഡഡിൽ 5 സെൻറ്റിമീറ്റർ ഉണ്ടായിരിക്കണം. ഇതിലും ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിൽ നോർമൽ 76 സെൻറ്റിമീറ്റർ മതി, അതുപോലെ എക്സ്പാൻഷൻ 5 സെൻറ്റിമീറ്റർ നിർബന്ധമായിട്ടും വേണം കേട്ടോ. എന്നാൽ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് എന്താണ് ചെസ്റ്റ് മെഷർ ചെയ്യില്ല, പ്രത്യേകം ശ്രദ്ധിക്കുക, അവർക്കത് ബാധകമല്ല. ഇനി അത് കഴിഞ്ഞിട്ട് ഫിസിക്കൽ സ്റ്റാൻഡേർഡ്, അതായത് നമ്മളിതിലേക്ക് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്ന് ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റും ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റും അത് നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ മെഡിക്കലി ഫിറ്റ് ആണെന്നാണ് നോക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞാൽ നിങ്ങളിതിലേക്ക് മെയിൻ ലിസ്റ്റ് ഇവർ തയ്യാറാക്കും. അതിൽ നമുക്ക് എന്താണ് ഈ പറയുന്ന ഓഫർ ലെറ്റർ ലഭിക്കുന്നതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏത് ഈ പറയുന്ന ആംഡ് പോലീസ് ഫോഴ്സിലേക്കാണോ നിങ്ങൾക്ക് കൊടുക്കേണ്ടതെന്നൊക്കെ വിചാരിച്ചാൽ അതിനനുസരിച്ച് നമുക്ക് പ്രിഫറൻസ് കൊടുക്കാനുണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് അനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കുക എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഈ കാര്യങ്ങളൊക്കെ ഞാൻ കാണിക്കാം ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത്. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ വൺ ടൈം ആയിട്ട് രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ വൺ ടൈം ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് തരാം, നിങ്ങൾക്ക് അപ്ലൈ ആവുമെന്ന് പറഞ്ഞിട്ട് ലിങ്ക് തരും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതാ നിങ്ങൾ ഈ പേജിലേക്കായിരിക്കും വരിക, SSC GD കോൺസ്റ്റബിൾ എന്ന് പറഞ്ഞിട്ട് താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് വരിക നിങ്ങൾക്ക്. എന്നിട്ട് നിങ്ങൾക്ക് ഇതാ ഇവിടെ കാണാൻ പറ്റും നോട്ടിഫിക്കേഷൻ ഇതാ ഇവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അതുപോലെ നിങ്ങൾക്ക് SSCയുടെ രജിസ്ട്രേഷൻ വീഡിയോ ആദ്യം നമ്മൾ ചെയ്യണം. 2 സ്റ്റെപ്പാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ രജിസ്ട്രേഷനാണ്. ഓക്കെ, വൺ ടൈം രജിസ്ട്രേഷൻ. ഓക്കെ, അപ്പോൾ വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ പുതിയ വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇവിടെ ലോഗിൻ ഒരു രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിതാ രജിസ്റ്റർ എന്നുള്ള ഇവിടെ കാണാൻ നിങ്ങൾക്ക് രജിസ്റ്റർ എന്നുള്ള ഭാഗമുണ്ട്, അത് ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. അത് നമ്മൾ PSC ഒക്കെ രജിസ്റ്റർ ചെയ്തില്ല, അതേപോലെ നമ്മൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്താൽ മതി, പിന്നെ വീണ്ടും രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഭാഗമായിട്ട് വീണ്ടും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ്, എല്ലാം കോമൺ ആയിട്ട് തന്നെയാണ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്കത് ഈ വീഡിയോ കണ്ടത് നിങ്ങൾക്ക് ഇവിടെ കാണാം SSC രജിസ്ട്രേഷൻ വീഡിയോ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ നേരെ ക്ലിക്ക് ചെയ്യാറുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ആക്കി കാണിച്ചു തരാം വീഡിയോ. ഓക്കെ, അപ്പോൾ ഓപ്പൺ ആവുന്നുണ്ട്, ഇവിടെ നിങ്ങൾക്ക് കാണാം ഓപ്പൺ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് വീഡിയോ, നിങ്ങൾക്ക് ഇവിടെ കാണാം SSCയുടെ പുതിയ വെബ്സൈറ്റിലൂടെ എങ്ങനെ അപേക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ മറ്റൊരു വീഡിയോക്ക് വേണ്ടി ചെയ്തതാണ്, എങ്കിലും നിങ്ങൾക്ക് ഇതിൽ രജിസ്ട്രേഷൻ വീഡിയോ എവിടെ മുതൽ ഏതുവരെ കാണാൻ ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇതാ തുടക്കം മുതൽ ഇതാ ഇവിടെ നിങ്ങൾക്ക് ഏകദേശം ഒരു 1 മിനിറ്റ് മുതൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ട് കണ്ടു തുടങ്ങിയാൽ മതി. ഓക്കെ, തുടക്കം മുതൽ കാണുന്നില്ല, ഒരു 1 മിനിറ്റ് മുതൽ ഇങ്ങോട്ട് കണ്ടു തുടങ്ങിയിട്ട് നിങ്ങളിതാ ഏകദേശം ഞാൻ പറഞ്ഞുതരാം ഒരു എത്ര മിനിറ്റാന്ന് വെച്ചാൽ ഒരു 15-16 മിനിറ്റ് വരെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ ഇതിലെങ്ങനെയാണ് നമ്മൾ OTR അതായത് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യാൻ നിങ്ങളുടെ മൊബൈലൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പോകുന്നതാണ് കേട്ടോ. മൊബൈലൊക്കെ യൂസ് ചെയ്തിട്ട് ചെയ്യാൻ നമ്മൾ ഇൻ്റർനെറ്റ് കഫേയിൽ പോയിക്കൊള്ളുന്ന യാതൊരു നിർബന്ധമില്ല, നമ്മളും ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, സർവീസ് ചാർജ് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് രജിസ്റ്റർ ചെയ്യേണ്ടത് വ്യക്തമായിട്ട് ധാരണ കിട്ടും. അപ്പോൾ അതിൻ്റെ ലിങ്കുകളെല്ലാം ഇമ്പോർട്ടൻസ് ലിങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഇമ്പോർട്ടൻസ് ലിങ്ക് നിങ്ങൾക്ക് എങ്ങനെ കിട്ടുക, നമ്മുടെ വീഡിയോയുടെ താഴെ എന്താണ് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, അതിൽ അപ്ലൈ ആവുന്ന ലിങ്ക് കൊടുത്താൽ ഇതിലായിരിക്കും നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. ടോപ്പ് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് ഇവിടെയാണ് മോർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഞാനിതാ നിങ്ങൾക്ക് കാണാം ഇമ്പോർട്ടൻസ് ലിങ്ക് ടു അപ്ലൈ എന്നുള്ള ഒരു കുറച്ച് ഡീറ്റെയിൽസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് കാണാം അപ്ലൈ ആവുന്നുള്ള ലിങ്കൊക്കെ കൊടുക്കും. അപ്പോൾ അപ്ലൈ ആവുന്നുള്ള ലിങ്ക് കൊടുക്കുന്ന അവിടെ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞതാ നമ്മുടെ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ വരിക. ഓക്കെ, താഴെ ഇങ്ങനെ സ്ക്രോൾ ചെയ്താൽ മതി. ഇനി അതെല്ലാം നിങ്ങൾ ഗൂഗിളിൽ ജസ്റ്റ് GOCL എജുലാൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഹോം പേജിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പറയുന്ന നോട്ടിഫിക്കേഷൻ എടുത്താലും ഇതിൻ്റെ കൂടെ ലിങ്ക് ഒക്കെ ഇവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ടിഫിക്കേഷൻ എടുത്ത് ഡൗൺലോഡ് ചെയ്യാം, SSC രജിസ്ട്രേഷൻ വീഡിയോ കാണാം. എന്നതിന് ശേഷം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ അപ്ലൈ ആവുന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. SSCയുടെ വെബ്സൈറ്റിലേക്കായിരിക്കും പോവുക. നിങ്ങൾക്ക് കാണാം SSCയുടെ ഹോം പേജിലേക്കാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ലോഗിൻ ഒരു രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ആ വീഡിയോയിൽ പറയുന്ന രീതിയിൽ അങ്ങനെ ചെയ്തു പോയാൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ അവിടെ ചെയ്യേണ്ട കാര്യങ്ങൾ. രജിസ്ട്രേഷനാണ് ആദ്യത്തെ സ്റ്റെപ്പ് വരുന്നത്. എന്നിട്ട് വീണ്ടും നമ്മൾ ലോഗിൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇതിൽ അതിൻ്റെ ഫോം ഫില്ല് ചെയ്യാണ് വേണ്ടത്. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിക്കട്ടോ. ഓക്കെ, അപ്പോൾ അതിന് മുൻപ് കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ പറയാനുണ്ട്. അപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ ഇവർ PDF തന്നെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയിട്ടും അതെന്ത് ചെയ്യാം, എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിലുപരി നമ്മൾ വീഡിയോ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, അത് കുറച്ചുകൂടെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സിഗ്നേച്ചറിൽ ഇടുമ്പോൾ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതാ ഇവർ പറയുന്നുണ്ട്, അതിൻ്റെ ഒരു ഡയമെൻഷൻ ഇവിടെ തന്നിട്ടുണ്ട്. അവർ ഇവിടെ കട്ട് ചെയ്യുക, നിങ്ങൾ ഇത് പ്രിൻ്റ് എടുത്തിട്ട് നിങ്ങൾ ഇവിടെ കട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു പേജ് മാത്രം പ്രിൻ്റ് എടുക്കുക. നിങ്ങൾക്ക് കാണാം അനുബന്ധം 3 എന്നുള്ളത് നിങ്ങൾക്ക് കാണാം. ഇവിടെ നിങ്ങൾ പ്രിൻ്റ് എടുത്തിട്ട് ഈ ഭാഗം ഇതുപോലെ നിങ്ങൾ കത്രികയുടെ ചിഹ്നം ഉണ്ടല്ലോ ഇവിടെ കട്ട് ചെയ്യുക. ഓക്കെ, കട്ട് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ എന്ത് ചെയ്യാതെ ഇതിൽ സൈൻ ചെയ്യാം. സൈൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സൈന് വെറുതെ ഇട്ടുതരാം. ഓക്കെ, ഇതിപ്പോൾ ഞാൻ മൗസ് ഉപയോഗിച്ചിട്ടാണ് ഏകദേശം ഒരു 80% എന്താണ് ഇതിൻ്റെ ഏരിയ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം സൈൻ ചെയ്യേണ്ടത്. അതല്ലാതെ നമ്മൾ സൈൻ ചെയ്താൽ നമ്മുടെ കാൻഡിഡേറ്റ്സ് റിജക്റ്റ് ആവട്ടെ, നമ്മുടെ അപേക്ഷ റിജക്റ്റ് ആവും. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം അതല്ലാതെ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത്. ചില ആളുകൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ചെയ്യും, വലിയൊരു പേപ്പർ എടുത്തിട്ട് അവരെന്ത് ചെയ്യുമ്പോൾ ഒരു മൂലൊക്കെ എവിടെയും കൊണ്ടുപോയിടും.
ഓക്കെ, ഇങ്ങനെ വളരെ ചെറുതാക്കിയൊക്കെ ചെയ്യും. ഇതൊക്കെ റിജക്റ്റ് ആയി പോകും കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ എങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ ഇത് നിങ്ങൾക്ക് വളരെ കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇതിൻ്റെ ഈ പേജിൻ്റെ പ്രിൻ്റ് എടുക്കുക, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത് കട്ട് ചെയ്യുക. ഓക്കെ, ഈ ഒരു ഡയമെൻഷനിൽ ഇത് കട്ട് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ കൊള്ളുന്ന രീതിയിൽ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുക, സൈൻ ചെയ്യുക. ഓക്കെ, ഇതിനെ കൊള്ളുന്ന രീതിയിൽ ഒരു 80% ഇതിൽ ഇതിൻ്റെ പുറത്തേക്കും പോകരുത്. ഞാൻ എൻ്റെ മൗസിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പോൾ ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് ഒരു 80% ഇതിൽ കവർ ചെയ്യുന്ന രീതിയിൽ ചെയ്യണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, ഫോട്ടോ എടുത്തിട്ടോ സ്കാൻ ചെയ്തിട്ടോ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു 10 KBയുടെയും 20 KBയുടെ ഇടയിലേക്ക് ഒട്ടും തന്നെ അതിൻ്റെ ക്ലാരിറ്റി കുറയാത്ത രീതിയിൽ അതിനെ കൺവേർട്ട് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അത് ചെയ്യണം. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്യാൻ നിങ്ങൾക്ക് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങളാണ് അപേക്ഷ റിജക്റ്റ് ആവും. അപ്പോൾ നിങ്ങൾക്ക് അതിൽ ആക്സെപ്റ്റഡ് മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് കാണാം. അറ്റ്ലീസ്റ്റ് ഈ ഒരു ക്ലാരിറ്റി എങ്കിലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് കേട്ടോ. ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ സൈൻ ചെയ്യേണ്ടത് എന്നുള്ള പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഒരു 80% എന്താണ് ഈ പറയുന്ന സിഗ്നേച്ചർ ആ ഒരു എന്താണ് ഏരിയയിൽ കവർ ചെയ്തിരിക്കണമെന്ന് ശ്രദ്ധിക്കുക. റിജക്റ്റഡ് മോഡലൊക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. ഇത് റിജക്റ്റഡ് ആണ്, ഇത് റിജക്റ്റഡ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം ഇത്ര ക്ലാരിറ്റി ഇല്ല, ഇതൊക്കെ റിജക്റ്റ് ആവും. നിങ്ങളുടെ അപേക്ഷ യാതൊരുവിധ നോട്ടിഫിക്കേഷൻ വരാതെ തന്നെ റിജക്റ്റ് ആയി പോകും. പ്രത്യേകം ശ്രദ്ധിക്കട്ടോ, ഇങ്ങനെയൊന്നും കൊടുക്കാതിരിക്കുക. പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ലൈവായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ ഫോട്ടോ എടുക്കണം. അത് ലൈവ് ക്യാപ്ചറിങ് ആണെന്ന് പറഞ്ഞു നമ്മൾ ഇതിൽ ഓൺലൈൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത്. പക്ഷേ നമ്മൾ ഈ പറയുന്ന എന്താ പറയുക, രജിസ്ട്രേഷൻ്റെ സമയത്ത് ഫോട്ടോ സിഗ്നേച്ചർ ഒന്നും ചെയ്യേണ്ട കേട്ടോ. ഈ ബാക്കിയുള്ള അപേക്ഷയുടെ മറ്റു ഘട്ടങ്ങളിലാണ് നമ്മൾ ഈ പറയുന്ന ഫോട്ടോ സിഗ്നേച്ചറൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഫോട്ടോ നമ്മൾ ഓൾറെഡി എടുത്ത് വെച്ച് സ്കാൻ ചെയ്യല്ല വേണ്ടത്, ലൈവായിട്ടാണ് എടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ എടുക്കുന്ന സമയത്ത് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഈ പറയുന്ന ഫോട്ടോ റിജക്റ്റ് ആയി പോകുന്നുള്ള പ്രത്യേകമായിട്ട് ഇവിടെ പറയുന്നുണ്ട്. അതായത് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ റിജക്റ്റ് ആവും. നമ്മൾ ക്യാപ്സ് ഒക്കെ, അതായത് തൊപ്പിയൊക്കെ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് റിജക്റ്റ് ആയി പോകും. പിന്നെ ഷർട്ട് ഇടാതെ ഫോട്ടോ എടുത്താൽ റിജക്റ്റ് ആയി പോകും. സഫിഷ്യൻറ്റ് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത്, നമ്മളെ ഫോട്ടോയിൽ ഒരു നല്ല ലൈറ്റ് ഇല്ലെങ്കിൽ ഡാർക്ക് ആണെങ്കിൽ അത് റിജക്റ്റ് ആയി പോകും. ബ്ലറഡ് ആണെങ്കിൽ റിജക്റ്റ് ആയി പോകും കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് ആക്സെപ്റ്റഡ് മോഡൽ കൊടുത്തിട്ടുണ്ട്. അറ്റ്ലീസ്റ്റ് എന്താണ് ഈ ഒരു ക്ലാരിറ്റി എങ്കിലും അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാരിറ്റി പോരാ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യാതാക്കുക. ഇത് PDF-ൻ്റെ ആ ഒരു ക്ലാരിറ്റി കുറച്ച് കുറവുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. കുറച്ചും പാടെ ക്ലാരിറ്റി ഉണ്ടാവണം കേട്ടോ. ഓക്കെ, ഈ പൊസിഷനിലായിരിക്കണം കേട്ടോ നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഇങ്ങനെ നമ്മുടെ ഫേസ് ഒക്കെ നല്ല രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിലായിരിക്കണം എടുക്കേണ്ടത്. പാസ്പോർട്ട് സൈസ് ആ റേഞ്ചിൽ തന്നെ എടുക്കേണ്ടത്. എന്തൊക്കെ പറ്റില്ല എന്ന് പ്രത്യേകമായിട്ട് പറയുന്നത്, പറ്റില്ല, ഈ രീതിയിൽ പറ്റില്ല, ഈ രീതിയിൽ പറ്റില്ല, ഈ രീതിയിൽ പറ്റില്ല, ഈ രീതിയിൽ പറ്റില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി SC/ST കാൻഡിഡേറ്റ്സും OBC NCL ഒക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ട ഫോർമാറ്റൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള ഫോർമാറ്റിലുള്ള സർട്ടിഫിക്കറ്റ് ആയിരിക്കും കുറച്ചും പാടെ നല്ലത്. ഡിജിറ്റൽ കോപ്പി പറ്റുമോ എന്നുള്ളത് നിങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിന് ഞാനൊരിക്കലും എന്താണ് ഗ്യാരണ്ടി പറയുന്നില്ല, അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾ നോക്കുക, അവർ പറഞ്ഞിരിക്കുന്ന ഈ ഫോർമാറ്റാണ്. ഈ ഫോർമാറ്റ് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്തോളൂ, അതാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇതേ സെയിം ഫോർമാറ്റ് കയ്യിലുണ്ടെങ്കിൽ വാലിഡ് ആണെങ്കിൽ അത് വെച്ചിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അപ്ലൈ ചെയ്യാവുന്ന ഒരു ലിങ്ക് കൊടുക്കും. ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ലിങ്കുകളും ഇതാ ഇവിടെ ഇമ്പോർട്ടൻസ് ലിങ്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വിത്ത് ആൻസർ നിങ്ങൾക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം, നോട്ടിഫിക്കേഷൻ ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്യാം, രജിസ്ട്രേഷൻ വീഡിയോ ആണെങ്കിൽ ഇവിടുന്ന് ക്ലിക്ക് ചെയ്യാം. അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ SSCയുടെ വെബ്സൈറ്റിലേക്കാണ് പോവുക. ഇവിടെ നിങ്ങൾക്ക് ലോഗിൻ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഇവിടുന്ന് രജിസ്റ്റർ ചെയ്തില്ല, രജിസ്റ്റർ എന്ന് കൊടുക്കുക. ലോഗിൻ ചെയ്യണമെങ്കിൽ ലോഗിൻ ചെയ്ത് അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഇതിൻ്റെ വേക്കൻസീസ് നമ്മൾ കേരളത്തിൽ എത്ര വേക്കൻസി ഉണ്ടെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുന്ന ജസ്റ്റ് ഓപ്പൺ ആക്കി തരാം. ഇതിൻ്റെ കേരളത്തിലെ വേക്കൻസി കുറച്ച് PDF ഇവിടെ കാണാം. നിങ്ങൾക്കിവിടെ കാണാം, കേരള എന്ന് കാണാം കേട്ടോ. സൂം എല്ലാം ചെയ്യേണ്ടി വരും. ഓക്കെ, അത് നിങ്ങൾ നോക്കിയാൽ മതി ഡൗൺലോഡ് ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ സ്റ്റേറ്റ് വൈസ് വേക്കൻസീസ് ഇതൊന്ന് നോക്കി കണ്ടെത്താവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ഞാൻ ഉൾക്കൊള്ളിക്കുന്നത്. കാരണം വീഡിയോ ലെങ്ത്ത് വളരെ കൂടും. ഓൺലൈൻ അപ്ലൈ ചെയ്യേണ്ട വീഡിയോ ഞാൻ എങ്ങനെയാണെന്നുള്ളത് ജസ്റ്റ് കാണിക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്കത് അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളിത് ക്ലിക്ക് ചെയ്യുന്ന കൊടുക്കുക. ജസ്റ്റ് ഞാൻ ഓപ്പൺ ആക്കി കാണിക്കാം. ക്ലിക്ക് ചെയ്യുന്ന കൊടുക്കുമ്പോൾ SSCയുടെ ഹോം പേജിലേക്കായിരിക്കും വരിക. ഇവിടെ ലോഗിൻ എന്ന് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇതിൽ രജിസ്റ്റർ ചെയ്താണ്. അപ്പോൾ എൻ്റെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ ഉണ്ട്. എൻ്റെ പാസ്വേഡ് ഇവിടെ ഓൾറെഡി സേവ് ആക്കി വെച്ചിട്ടുണ്ട്. പാസ്വേഡ് ഇവിടെ അടിക്കാം. എന്നിട്ട് ഈ ക്യാപ്ച കോഡ് അടിച്ച് ഞാൻ കാണിക്കട്ടെ. ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കുകയാണ്, നോക്കിക്കോളൂ. വളരെ സിമ്പിളാണ്, നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാം. ഇതെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഓക്കെ, ഈ ക്യാപ്ച കോഡ് അടിച്ചു, ലോഗിൻ കൊടുക്കുന്നു. ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ അപേക്ഷ ക്യാൻസലായി പോവുക. ലോഗിൻ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ കൊടുത്ത എൻ്റെ ബേസിക് ഡീറ്റെയിൽസ് ഇതൊക്കെ ഞാൻ ഒരു ഡെമോ അക്കൗണ്ടായിട്ട് സൂക്ഷിക്കുന്നതാണ്. അതുകൊണ്ട് ഇതിലുള്ള ഡീറ്റെയിൽസ് ഒന്നും കറക്റ്റ് അല്ല കേട്ടോ, നിങ്ങൾ ജസ്റ്റ് കാണിക്കുന്നതിന് വേണ്ടി മാത്രം കൊടുക്കുന്നതാണ്. ഓക്കെ, അതിന് നമ്പറും കാര്യങ്ങളൊന്നും കറക്റ്റ് അല്ല, നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം നമ്മുടെ കാൻഡിഡേറ്റ് ഡാഷ്ബോർഡാണ് ഇവിടെ കാണുന്നത്. നിങ്ങളിവിടെ അഡ്മിറ്റ് കാർഡ് മൊബൈൽ വ്യൂ ആണെങ്കിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ അഡ്മിറ്റ് കാർഡ്, ഇവിടെ റിസൾട്ട് ഉണ്ടാവും. ഇവിടെ നിൽക്കണം ലൈവ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. മൈ ആപ്ലിക്കേഷൻ, നിങ്ങൾ ഓൾറെഡി അപ്ലൈ ചെയ്തതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും.
അതിൻ്റെ സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ നോക്കാം. ആപ്ലിക്കേഷൻ ഹിസ്റ്ററി നിങ്ങൾ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്യുന്ന അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോൾ മൈ ആപ്ലിക്കേഷനിൽ ക്ലിക്ക് ചെയ്താൽ ഓക്കെ ഞാൻ അപ്ലൈ ചെയ്തതൊന്നും ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല, അപ്ലൈ ചെയ്ത് പകുതി നിർത്തിയത് കൊണ്ടാണ് ഇത് ഇവിടെ കാണിക്കുന്നത് കേട്ടോ. ഇനി ഇവിടെ നിങ്ങൾക്ക് കാണാം ലൈവ് എക്സാമിനേഷൻ എന്നുള്ള ഇവിടെ കാണാം. ഈ ലൈവ് എക്സാമിനേഷനിലാണ് ഇപ്പം ഓൺഗോയിങ് ആയിട്ടുള്ള വേക്കൻസി ഉണ്ടായിരിക്കാൻ കൂടെ കാണാം കോൺസ്റ്റബിൾ GD എന്ന് പറഞ്ഞിട്ട്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അപ്ലൈ നൗ എന്നുള്ള ബട്ടൺ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് നമ്മളിവിടെ കുറച്ച് ഇൻസ്ട്രക്ഷനൊക്കെ വരും, ഇതൊക്കെ ഒന്ന് റീഡ് ചെയ്യുക. നിങ്ങൾ ഇൻസ്ട്രക്ഷനൊക്കെ വായിക്കുക. ഫിൽ ഫോം എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നിങ്ങൾ രജിസ്ട്രേഷൻ സമയത്ത് കൊടുത്ത ഡീറ്റെയിൽസ് ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അതൊക്കെ ഓക്കെ ആണോ നോക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് അടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പേഴ്സണൽ ഡീറ്റെയിൽസ് ഇതിൽ സക്സസ്ഫുള്ളി ആഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഇവിടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അതെങ്ങനെ ചെയ്തു പോകാണ് വേണ്ടത്. ഇപ്പോൾ ഇതിൽ ഞാൻ ചെയ്യാനിരുന്നാൽ വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടുന്ന് അപ്ലൈ ചെയ്യുന്ന മുതലുള്ള വീഡിയോ നമ്മൾ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ. കൂടുതൽ കമൻറ്റിൻ്റെ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ചെയ്യാം. അപ്പോൾ ഇത് മാക്സിമം യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യാം. നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. മാക്സിമം 10ാം ക്ലാസ് കഴിഞ്ഞ് ആ ഒരു ഏജ് ലിമിറ്റിൻ്റെ ഉള്ളിലുള്ളവരൊക്കെ നിങ്ങളുടെ പരിചയത്തിലുണ്ടെങ്കിൽ മാക്സിമം അവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ. കാരണം അത് അറിയാതെ പോകണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഓക്കെ, താങ്ക് യു.